ഇന്ന് ജൂൺ 19 9 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. എല്ലാ വീക്കെൻഡിലേതും പോലെ ഒരുപാട് സിനിമകളും സീരീസ് എല്ലാം തന്നെ ഈ ആഴ്ചയും റിലീസിനൊരുങ്ങുന്നു. ആദ്യത്തേത് മലയാളത്തിൽ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സീരീസ് അപ്ഡേറ്റ് കേരള ക്രൈം ഫയൽസ് സീരീസ് അപ്ഡേറ്റ് ആണ്. ഈ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജൂൺ 20 OTT റിലീസ് ആകുകയാണ്. മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ആയിരിക്കും കേരള ക്രൈം ഫയൽസ് സീസൺ 2 OTT റിലീസ് ആകുക. 1-2 ആഴ്ചകൾക്ക് മുന്നേ OTT റിലീസായ വിജയ് സേതുപതി സിനിമയാണല്ലോ എയ്സ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ആമസോൺ പ്രൈമിലൂടെയായിരുന്നു OTT റിലീസായത്. ആദ്യം തമിഴ് തെലുഗു ഭാഷകളിൽ OTT റിലീസായ സിനിമ ഇപ്പോഴത്തെ പ്രൈമിൽ മലയാളം കന്നഡ ഭാഷകളിലും ലഭ്യമാണെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. അടുത്തത് ജിന്ന് ദി പെറ്റ് എന്ന സിനിമയാണ്. ചിത്രം ഒരു തമിഴ് ഫാന്റസി ഹൊറർ സിനിമയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ സൺനെസ്റ്റിലൂടെ സിനിമ OTT റിലീസാകും. നാലാമത്തേത് C5 ഡയറക്ട് OTT ഹിന്ദി സിനിമ കൂടിയ ഡിറ്റക്റ്റീവ് ഷെർദിൽ അപ്ഡേറ്റ് ആണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജൂൺ 20 സിനിമ OTT റിലീസാകുന്നതാണ്. തമിഴിൽ നിന്ന് മറ്റൊരു സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസാകുന്നു. ശ്രദ്ധ ശ്രീനാഥ് നായികാവേഷത്തിലെത്തുന്ന സിനിമ കലിയുഗം എന്ന സിനിമയാണ്. സിംപ്ലി സൗത്തിലൂടെ ജൂൺ 20 സിനിമ റിലീസാകുന്നതാണ്. എല്ലാം സെറ്റാണ് എന്നൊരു മലയാളം സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസിനായിട്ടൊരുങ്ങുന്നു. സിംപ്ലി സൗത്താണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. ഒരു മമ്മൂട്ടി ആരാധികയുടെ കഥ പറഞ്ഞ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഒരു മലയാളം സിനിമയായിരുന്നു നാൻസി റാണി. എന്നാൽ മാർച്ചിൽ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയില്ല. ഇപ്പോഴത്തെ യൂട്യൂബിൽ ഡയറക്റ്റ് റിലീസ് ആയിരിക്കുകയാണ്. എന്നാൽ യൂട്യൂബിലും സിനിമ ഇന്ത്യയിൽ ലഭ്യമല്ല. ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇനി ഈ ആഴ്ച മലയാളത്തിൽ നിന്നും OTT റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് ദിലീപ് നായകനായെത്തുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയാണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ C5 OTT റിലീസാകുകയാണ്. ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച സിനിമയിൽ ദിലീപ്, ബിന്ദു പണിക്കർ, സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ വലിയൊരു താരനിരത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ C5 നാളെ മുതൽ സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടുന്നു. അവസാനമായിട്ട് തഗ് ലൈഫ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ സിനിമ ഇപ്പോഴത്തെ OTT റിലീസിന് മുന്നേ പല തമിഴ് സിനിമകളുടെ HD പതിപ്പുകൾ ലീക്കാക്കപ്പെടുന്ന അതേ രീതിയിൽ ലീക്കാക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വൻ ദുരന്തമായി മാറിയ സിനിമ ഇപ്പോഴത്തെ 2 ആഴ്ചക്കുള്ളിലാണ് HD പതിപ്പ് ലീക്കാക്കപ്പെട്ട് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ OTT റിലീസ് ഈ മാസം അവസാനം അതല്ലെങ്കിൽ അടുത്ത മാസത്തിന്റെ തുടക്കത്തിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഉണ്ടാകുന്നതാണ്. കാത്തിരിക്കാം OTT റിലീസിനായിട്ട്.